നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ വികസന പ്രതീക്ഷകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നയൊന്നല്ല. രാജ്യത്തിന് മുഴുവൻ ഈ തുറമുഖ പദ്ധതിയുടെ നേട്ടം ലഭ്യമാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സവിശേഷതകൾ ഏറെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ തുറമുഖങ്ങളിലൊന്ന്, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ പദ്ധതി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വന്തമായുള്ളത്. 20,000 കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ കഴിയുന്ന 400 അടിയിലേറെ നീളമുള്ള ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമാണിത്. ഇവിടെ നിന്നും റോഡ് മാർഗമുള്ള ചരക്കു ഗതാഗതം പുതുവർഷാരംഭത്തോടെ തുടങ്ങാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി നിലവിലെ റോഡ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള പരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിനായി 40 ഫുട്ട് ഇക്വലന്റ് കണ്ടെയ്നർ ട്രെയിലറുകളിൽ ഡമ്മി കാർഗോ വെച്ചുള്ള ട്രയൽ റൺ ആണ് നടത്തിയത്. കണ്ടെയ്നർ നീക്കത്തിനായി തുറമുഖത്തെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡും അണ്ടർപാസും വിനിയോഗപ്പെടുത്താമെന്ന ധാരണയാണ് നിലവിലുള്ളത്. കപ്പൽ മാർഗമുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത്. തുറമുഖത്തോട് ചേർന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ റോഡ് മാർഗമുള്ള ചരക്കു നീക്കം ആരംഭിക്കും. ഇതിനൊപ്പം കസ്റ്റംസ് ചെക്ക് പോസ്റ്റും അതോടനുബന്ധിച്ച സൗകര്യങ്ങളും സജ്ജമാക്കും. എന്നാൽ ഈ അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റി സാധ്യമാക്കാൻ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതലും വലുതുമായ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വളർന്നുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഭാവനം ചെയ്തിരിക്കുന്ന വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിൽ 1 മില്യൺ TEU കണ്ടെയ്നർ ആണ് കൈകാര്യം ചെയ്യുക. ഇതിൽ 30% ചരക്ക് നീക്കം കരമാർഗമാണ്. അതായത് കപ്പലിൽ നിന്നും കൊണ്ടുവരുന്നതും ഇറക്കുന്നതുമായ ചരക്കിന്റെ 30% റോഡ് മാർഗമാകും കൈകാര്യം ചെയ്യുക. അതിനാൽ തന്നെ ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. കുറഞ്ഞത് 4 വരിയുള്ള റോഡും റെയിൽ ഗതാഗതവും ഈ മേഖലയിൽ അത്യന്താപേക്ഷിതമാണ്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ ദേശീയപാത 66ലേക്ക്. മറ്റൊരു തുറമുഖത്തിനും ലഭിക്കാത്ത അനുകൂല ഘടകങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ചരക്ക് നീക്കത്തിനായി ദേശീയപാത 66 മാത്രം ആശ്രയിക്കാൻ സാധിക്കില്ല. ജനുവരി മുതൽ റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കുമ്പോൾ ട്രക്കുകൾ ദേശീയപാത 66 വഴിയാകും ഓടുക. ദേശീയപാതയിൽ നിലവിലുള്ള ഗതാഗത തിരക്കുകൾക്കൊപ്പം ട്രക്കുകളും കൂടി നിരത്തിലിറങ്ങുന്നതോടെ അത് കൂടുതൽ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമായി തീരുമെന്ന ആശങ്കകൾ പരക്കെ പടരുന്നുണ്ട്. ചരക്ക് ഗതാഗതം സുഗമമാക്കാനായി നാവായിക്കുളം മുതൽ വിഴിഞ്ഞം വരെ നീളുന്ന ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്തെങ്കിലും ആ പദ്ധതി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിനായി സ്ഥലം വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള ഘട്ടങ്ങൾക്ക് തടസ്സം വന്നിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം കണ്ട് പദ്ധതിക്ക് തുടക്കമിട്ടിട്ടില്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ വികസന മുരടിപ്പിനായിരിക്കും അത് ഇടവരുത്തുക. കാരണം പ്രത്യേക സാമ്പത്തിക മേഖലയിലുള്ള നിക്ഷേപങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകണമെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് സാക്ഷാത്കരിക്കപ്പെടണം. കണ്ടെയ്നർ നീക്കത്തിന് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് നിലവിലെ ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ സർക്കാർ നിയന്ത്രണത്തിലും സ്വകാര്യ മേഖലയിലും വൻ നിക്ഷേപവും സാധ്യമാകും. ഇതിനൊപ്പം ലോജിസ്റ്റിക് പാർക്കുകളും കണ്ടെയ്നർ യാർഡുകളും സജ്ജമാക്കിയാൽ മാത്രമേ വിഴിഞ്ഞം പദ്ധതിക്ക് അത് ഗുണകരമായി തീരുകയുള്ളൂ. ഇതിനു പുറമെ നേമത്തോ ബാലരാമപുരത്തോ താൽക്കാലിക കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ബാലരാമപുരത്ത് സ്ഥിരം കണ്ടെയ്നർ യാർഡ് സ്ഥാപിക്കുന്നതിന് സതേൺ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ 206 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ഇത് യാഥാർത്ഥ്യമാകാൻ വൈകിയാൽ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്ക് നീക്കത്തിന് തിരിച്ചടിയായി തീരുമെന്നതിൽ സംശയമില്ല. ഇതുകൂടാതെ വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിലുള്ള ഇന്റർസെക്ഷനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് അവ പ്രാവർത്തികമാക്കേണ്ടതായുണ്ട്. അവ സാധ്യമായാൽ മാത്രമേ വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതിയുടെ സാധ്യതകളെ തലസ്ഥാന നഗരത്തിന് യഥോചിതം പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അല്ലാത്തപക്ഷം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് കൊട്ടിഘോഷിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ വശങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം പരാജയപ്പെട്ടുവെന്ന് തന്നെ പറയേണ്ടി വരും. വാർത്തയുടെ നിറം തേടി തനിനിറം.